ഇന്ത്യൻ മേഖലകളിലേക്ക് ഇസ്ലാം കടന്നുവന്നതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി നിഗമനങ്ങളും തേടലുകളുമൊക്കെ കാണാം. ഖലീഫ ഉമറിൻ്റെ കാലത്ത് സിന്ധ് തീരങ്ങളിൽ ചില നീക്കങ്ങൾ നടന്നതായും പിന്നീട് മുഹമ്മദ് ബിൻ ഖാസിം സിന്ധ് മേഖലയിലെത്തി AD 711 ആ മേഖലകൾ കീഴടക്കിയതായും അതിൻ പ്രകാരം ഇന്ത്യൻ മേഖലകളിലേക്ക് ഇസ്ലാം കടന്നെത്തി എന്നതുമായി ബന്ധപ്പെട്ട രേഖകൾ കാണാമല്ലോ. ഉത്തരേന്ത്യൻ മേഖലകളുമായി ഈയൊരു വസ്തുത കൂട്ടിച്ചേർക്കാമെങ്കിലും അതിനും പതിറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ കേരളത്തിൽ മുസ്ലിം സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നതിന് സാധ്യതകളേറെയാണ്. ഉത്തരേന്ത്യയിൽ ആക്രമണ വഴികളായിരുന്നെങ്കിൽ കേരള മേഖലകളിൽ വ്യാപാരത്തിൽ അധിഷ്ഠിതമായി, പരസ്പര സഹകരണത്തിൽ അധിഷ്ഠിതമായി ഒരു വലിയ ബന്ധങ്ങളുടെ തുടക്കം കൂടിയായിരുന്നു അത്. പല ചരിത്ര നിരീക്ഷകരും പറയുന്നത് പോലെ ഉത്തരേന്ത്യൻ മേഖലകളിൽ ആദ്യകാല മുസ്ലിം ഭരണകൂടങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ ദക്ഷിണേന്ത്യയിൽ അറബ് കോളനികൾ തന്നെ ഉണ്ടായിരുന്നു എന്നതാണ്. അങ്ങനെയെങ്കിൽ ഇന്ത്യൻ ചരിത്രത്തിൽ സവിശേഷമായ ഒരു സ്ഥാനം ദക്ഷിണേന്ത്യയിലെ മുസ്ലിങ്ങൾക്കുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിങ്ങളുടെ പിൻഗാമികളാണ് മാപ്പിളമാർ എന്നതും നിർണായകമായ ഒരു വസ്തുതയായി കണക്കാക്കാം. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തിലൂടെ മുസ്ലിം സമൂഹം കേരളത്തിൽ എത്തിയതുമായി ബന്ധപ്പെട്ട ഉത്ഭവ ചരിത്രമാണ് പരിചയപ്പെടുത്തുന്നത്. പുരാതന ലോകത്തിൻ്റെ വ്യാപാര ഭൂപടത്തിൽ കേരളത്തിൻ്റെ മേഖലകൾ വളരെ നിർണായകമായ ഒരു സ്ഥാനം അലങ്കരിച്ചിരുന്നല്ലോ. ഇന്നും നാം അത്ഭുതത്തോടെ ചരിത്ര വീക്ഷണങ്ങൾ നടത്തുന്ന മുസിരിസ് തുറമുഖമൊക്കെ ഒരു കാലത്ത് ലോകത്തിലെ തന്നെ വളരെ വലിയൊരു വാണിജ്യ കേന്ദ്രമായിരുന്നു എന്ന് നിസ്സംശയം പറയാം. ഇന്ത്യൻ മേഖലകളിലാകെ മുസിരിസ് തന്നെയായിരുന്നു നിർണായക തുറമുഖം എന്നതുകൂടി നാം മനസ്സിലാക്കേണ്ടതാണ്. കേരളത്തിൻ്റെ മേഖലകളെ അടിസ്ഥാനപ്പെടുത്തിയാൽ മറ്റൊരു നിർണായക തുറമുഖമായി ഉണ്ടായിരുന്നത് കൊല്ലമായിരുന്നു. ഇനി കേരളത്തിൻ്റെ മണ്ണിന് വലിയ പ്രത്യേകതകൾ കൂടിയുണ്ടല്ലോ. ഒന്ന്, വ്യാപാര മേഖലയിലെ അപൂർവമായ വസ്തുക്കൾ തന്നെയായിരുന്നു. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആവശ്യക്കാർ അതുകൊണ്ട് തന്നെ കേരളം തേടിയെത്തി. മറ്റൊന്ന്, ഈ മുസിരിസ് തുറമുഖ മേഖല എന്നത് കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും ഒരു സംഗമ ഭൂമിയായിരുന്നു. അതായത് കിഴക്കൻ മേഖലകളിൽ നിന്ന് ചൈനക്കാരും ആ മേഖലകളിലെ മറ്റ് വ്യാപാരികളുമൊക്കെ മുസിരിസിലേക്കും കൊല്ലത്തേക്കുമൊക്കെ എത്തിച്ചേർന്നു. കോഴിക്കോടും ചൈനീസ് സാന്നിധ്യം വലിയ തോതിൽ ഉണ്ടായിരുന്നതിന് ചരിത്ര തെളിവുകളുമുണ്ടല്ലോ. ഇനി അതുപോലെ പടിഞ്ഞാറ് നിന്നും ഫിനീഷ്യർ, റോമാക്കാർ, അറബികൾ, പേർഷ്യക്കാർ, ആഫ്രിക്കൻ മേഖലയിലെ ശക്തികൾ എന്നിവരൊക്കെയും ഇന്ത്യൻ മേഖലയിലെ അപൂർവ വസ്തുക്കൾ തേടി എത്തിച്ചേർന്നു. അറബിക്കടലിലെ മൺസൂൺ കാറ്റുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സഞ്ചാരം കൂടുതൽ മികച്ചതായപ്പോൾ, അഥവാ ആ കാല സഞ്ചാരം എളുപ്പം എന്ന് കണ്ടെത്തിയതോടെ വാണിജ്യ മേഖലയിലാകെ വലിയ കുതിപ്പ് തന്നെ സംഭവിച്ചു. കേരളത്തിൻ്റെ തീരങ്ങളുമായി പുരാതന കാലം തന്നെ പല മേഖലകളും കച്ചവടം നടത്തിയതിൻ്റെ തെളിവുകളും ലഭ്യമാണല്ലോ. ഭൂമിശാസ്ത്രപരമായ സ്ഥാനം പരിഗണിക്കുമ്പോൾ കേരളത്തിൻ്റെ തൊട്ടടുത്ത മേഖല എന്നത് അറേബ്യൻ നാടുകളാണ്. ഇന്ത്യൻ മേഖലകൾ സമുദ്രവ്യാപാരത്തിലും സഞ്ചാരത്തിലുമൊക്കെ പിന്നിട്ട് നിന്നതുകൊണ്ട് തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചരക്കു നീക്കങ്ങളിലും വ്യാപാരത്തിലുമൊക്കെ അറബികൾ ക്രമേണ ആധിപത്യം സ്ഥാപിച്ചിരുന്നു. ഒരു കാലത്തിന് ശേഷം ഇന്ത്യൻ മേഖലകൾ കടൽ കടന്ന് യാത്ര ചെയ്യുന്നതിൽ വിമുഖതയും റോമാ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയുമൊക്കെ ഉണ്ടായപ്പോൾ ഈ മേഖലയിലെ ആകെ വ്യാപാര വിടവ് നികത്തുന്നത് അറബ് മേഖലയാണ്. ഇസ്ലാമിൻ്റെ ഉത്ഭവത്തിന് മുന്നേ തന്നെ അറബികളുടെ വ്യാപാര ബന്ധങ്ങൾ ദൃഢമാണ് എന്നുകൂടി കാണാം. AD 1-ാം നൂറ്റാണ്ട് കാലത്ത് തന്നെ അറബികൾ സുമാത്രയിലും സിലോണിലും അഥവാ ശ്രീലങ്കയിലുമൊക്കെ താമസം ഉറപ്പിച്ചിരുന്നു എന്ന് കാണാം. അതായത് കച്ചവട ബന്ധങ്ങളുടെ പേരിൽ അവിടെയൊക്കെ ആ കാലം തന്നെ ഇവരുടെ ജീവിതവും സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. കേരളത്തിൻ്റെ മേഖലകളിലും അതുപോലെ തന്നെ. ഏതായാലും പശ്ചിമേഷ്യയിലെ ഇസ്ലാമിൻ്റെ വികാസത്തോടെ അറബികളുടെ വ്യാപാര ബന്ധങ്ങളും പിന്നീട് ശക്തിപ്പെടുകയാണ് ഉണ്ടായത്. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ, അതായത് യൂറോപ്യന്മാരുടെ നേരിട്ടുള്ള വരവ് വരെയും സമുദ്രമേഖലയിൽ ആധിപത്യം തുടരുന്നതിനും ഇത് അറബികളെ സഹായിച്ചു. അതായത് വ്യാപാര മേഖലയിൽ അനുകൂലമായ ഒരു സാഹചര്യം ലഭിച്ചതു മുതൽ അറബ് മേഖലകൾക്ക് കേരളവുമായി ബന്ധമുണ്ട്. അത് ഇസ്ലാം മതത്തിന് മുന്നേ തന്നെ ഉണ്ടായിരുന്നു എന്നുകൂടി കാണാം. ഇസ്ലാം മതത്തോടെ അവരുടെ കച്ചവട വികാസങ്ങളും സമുദ്രത്തിലെ ആധിപത്യവും കൂടുതലായി സൃഷ്ടിക്കപ്പെട്ടു എന്ന് മാത്രം. അറബികളെ സംബന്ധിച്ചിടത്തോളം കേരളം എന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറമുഖ കേന്ദ്രമായിരുന്നു. ഭൂമിശാസ്ത്രപരമായി അറബ് നാടുകളോട് അടുത്തു നിൽക്കുന്ന തന്ത്രപ്രധാന മേഖല എന്നതിലുപരി കേരളം എന്നത് കുരുമുളകിൻ്റെയും മറ്റു വിലയേറിയ ഉൽപ്പന്നങ്ങളുടെയും പ്രധാന ഉറവിടം കൂടിയായിരുന്നു.
ഇവ തേടി ലോകത്തിൻ്റെ പല മേഖലകളിലും നിന്നും ആളുകൾ എത്തുന്നത് കൊണ്ട് തന്നെ ഈ മേഖലയിലെ പ്രധാന കച്ചവടക്കാരും ഈ വസ്തുക്കൾ വേണ്ടവർക്ക് എത്തിച്ചു നൽകുക എന്നതും വഴി അറബികളുടെയും കച്ചവട മേധാവിത്വം വർദ്ധിക്കുകയാണുണ്ടായത്. പല ദേശങ്ങളിൽ നിന്നെത്തിയ വ്യാപാരികളെയും നാവികരെയും സ്വീകരിച്ചതുപോലെ തന്നെ പ്രാദേശിക രാജാക്കന്മാർ കേരളത്തിൽ അറബികളെയും സ്വീകരിക്കുകയുണ്ടായി. പ്രവാചകന്റെ കാലത്ത് തന്നെ കേരളത്തിനും അറേബ്യക്കുമിടയിൽ വലിയ തോതിൽ കപ്പലുകൾ സഞ്ചരിച്ചിരുന്നു എന്ന് കാണാം. ഇസ്ലാമിൻ്റെ ശക്തിപ്പെടലിന് ശേഷം ആ ബന്ധങ്ങളും വളർന്നു എന്ന് മാത്രം. ഈ കച്ചവട വഴികളിൽ വന്നവർ പലരും തുറമുഖ മേഖലകളിൽ സ്ഥിരതാമസമാക്കുകയും പ്രാദേശികമായി വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെടുകയുമുണ്ടായി. ഈ അറബുകളിൽ ചിലർ ഹിജാസ്, ഒമാൻ, ബഹ്റിൻ എന്നീ മേഖലകളിൽ നിന്നൊക്കെ വന്നതായി കാണാമെങ്കിലും ഭൂരിഭാഗം പേരും യമനിൽ നിന്നും ഹളർമൗത്തിൽ നിന്നുമൊക്കെയുള്ള വ്യാപാരികളായിരുന്നു. ഇന്നത്തെ പല മാപ്പിള കുടുംബങ്ങളും, പ്രത്യേകിച്ച് തങ്ങൾ കുടുംബങ്ങൾ, അവരുടെ വംശപരമ്പര ഹളർമൗത്തുമായി ബന്ധിപ്പിക്കുന്നുണ്ട്. ഏതായാലും കച്ചവട വഴികളിൽ ഇവിടെ എത്തിയ ഈ അറബികളാണ് മാപ്പിളമാരുടെ പൂർവികർ എന്ന് നിസ്സംശയം പറയാം. ഇസ്ലാമിന് മുന്നേ തന്നെ അറബികൾ ഈ മേഖലയിൽ എത്തിയതിനാലും പരസ്പര സഹകരണത്തിൽ അധിഷ്ഠിതമായ സമാധാനപരമായ ഒരു ബന്ധം സൃഷ്ടിച്ചതിനാലും അറബ് മേഖലകളുമായി കേരളത്തിന് ഒരു സൗഹൃദപരമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടിരുന്നു. ഈ ഒരു അനുകൂല ഘടകം പിന്നീട് ഇസ്ലാം മതത്തിൻ്റെ പ്രചാരണത്തിനും സഹായകമായി എന്ന് പറയാം. ഇസ്ലാം കേരളത്തിൽ എന്നെത്തി എന്നത് കൃത്യമായി പറയുക തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബുദ്ധിമുട്ടാണെങ്കിലും പ്രവാചകൻ തൻ്റെ ദൗത്യം പ്രഖ്യാപിച്ച് അധികം വൈകാതെ തന്നെ ഇസ്ലാം കേരളത്തിലും എത്തിയിരിക്കാം എന്നാണ് ചരിത്രകാരന്മാർ പൊതുവെ പറയാറ്. ചുരുക്കിയാൽ 7-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിന് മുന്നേ തന്നെ ഇസ്ലാം കേരളത്തിലെത്തിയിരിക്കാം. ഇസ്ലാമിൻ്റെ കേരളത്തിലെ ഉത്ഭവത്തെക്കുറിച്ച് ശിലാലിഖിതങ്ങളോ അല്ലെങ്കിൽ അനുബന്ധമായ ആദ്യകാല രേഖകളോ ഒക്കെ കണ്ടുകിട്ടാൻ സാധ്യതകൾ വിരളമാണ്. പന്തലായനി കൊല്ലത്തെ ഒരു ശ്മശാനത്തിലെ ശിലാലിഖിതം കണ്ടെത്തി വായിച്ചപ്പോൾ അതിൽ സൂചിപ്പിക്കുന്നത് AD 782 അലി ഉദ്ദോർമാൻ അന്തരിച്ചതിനെക്കുറിച്ചാണ്. ഇത്തരമൊരു ഖബർ ആ കാലത്തെ അടയാളപ്പെടുത്തി അവിടെ നിലനിൽക്കുന്നത് അവിടെ അതിനു മുന്നേ തന്നെ ഒരു മുസ്ലിം സമൂഹം നിലനിന്നിരുന്നു എന്നതിനെയാണല്ലോ സൂചിപ്പിക്കുന്നത്. അതുപോലെ കണ്ണൂരിലെ മാടായി പള്ളിയിലെ അറബിക് ലിഖിതം AD 1124 ആ പള്ളി സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടാണ്. ഈ പള്ളി നിർമ്മിക്കാൻ അന്നത്തെ കോലത്തിരി രാജാക്കന്മാർ സഹായം നൽകിയതായും കാണാം. നിർണായകമായ മറ്റൊന്ന് കോതമംഗലത്ത് നിന്ന് ലഭിച്ച ഉമയദ് കാലഘട്ടത്തിലെ 4 സ്വർണ്ണ നാണയങ്ങൾ AD 750 കാലഘട്ടത്തിലെ വ്യാപാര ബന്ധങ്ങളെ സൂചിപ്പിക്കുന്നവയുമാണ്. മറ്റൊരു നിർണായകമായ മുസ്ലിം സാന്നിധ്യത്തിൻ്റെ തെളിവ് നൽകുന്നത് AD 849 തരിസാപ്പള്ളി ചെപ്പേടുകളിൽ നിന്നുമാണ്. കൊല്ലത്തെ രാജാവായിരുന്ന സ്ഥാണുരവി ക്രിസ്ത്യാനികൾക്ക് നൽകിയ പ്രത്യേക അവകാശങ്ങളിൽ സാക്ഷികളായി മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു. കൂഫിക് ലിപിയിലുള്ള അറബി സാക്ഷ്യങ്ങളിൽ മൈമൂൻ ഇബ്നു ഇബ്രാഹിം, മുഹമ്മദ് ഇബ്നു മാനി തുടങ്ങിയവരുടെ പേരുകളൊക്കെ കാണാം. ഈ ഒരു തെളിവ് ആ കാലഘട്ടത്തിൽ തന്നെ കേരളത്തിലെ സവിശേഷമായ മുസ്ലിം സാന്നിധ്യത്തെയും അവർക്ക് സമൂഹത്തിലുണ്ടായിരുന്ന ബഹുമാന്യമായ പദവിയെയും എടുത്തു കാട്ടുന്നതാണ്. മാപ്പിളമാരുടെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് സാഹിത്യപരമായ രേഖകൾ അല്ലെങ്കിൽ തെളിവുകൾ എന്നതൊക്കെ ഇല്ല എന്ന് തന്നെ പറയാം. 14-ാം നൂറ്റാണ്ടിന് മുന്നേയുള്ള മാപ്പിള കയ്യെഴുത്ത് പ്രതികളൊന്നും തന്നെ നിലവിൽ ലഭ്യമല്ല എന്നും കൂടി കാണാം. മാപ്പിള ചരിത്രവുമായി ബന്ധപ്പെട്ട് പ്രതിപാദിച്ച ആദ്യ മുസ്ലിം പണ്ഡിതൻ ഷെയ്ഖ് അഹമ്മദ് സൈനുദ്ദീൻ മഖ്ദൂമാണ്. പിന്നീട് വന്ന മിക്ക ചരിത്രകാരന്മാരും ഇദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളെ ആധാരമാക്കിയതായും കാണാം. മാപ്പിളമാരുടെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട ചരിത്രത്തിലേക്ക് വഴി തുറക്കുന്ന മറ്റൊരു വഴി എന്നത് ലോക സഞ്ചാരികളുടെ കുറിപ്പുകളാണ്. AD 892 അന്തരിച്ച മുസ്ലിം ചരിത്രകാരനായിരുന്ന അൽ ബലാദുരി രേഖപ്പെടുത്തിയ ഒരു കഥയനുസരിച്ച് ശ്രീലങ്കൻ രാജാവ് മുസ്ലിം വിധവകളെയും കുട്ടികളെയും ബസ്ര ഗവർണറായിരുന്ന ഹജാജ് ബിൻ യൂസഫിന് സമ്മാനമായി അയച്ചിരുന്നു. ഇത് ശ്രീലങ്കയിൽ ഒരു മുസ്ലിം സമൂഹം നിലവിലിരുന്നു എന്നതിൻ്റെ സൂചനയാണല്ലോ. AD 851 സുലൈമാൻ്റെ രേഖപ്പെടുത്തലുകളിൽ ഇന്ത്യയിലും ചൈനയിലും സന്ദർശനം നടത്തിയവരുടെ കഥയാണ് പ്രതിപാദിക്കുന്നത്. ഇതിലിവർ ഇന്ത്യൻ രാജാവായിരുന്ന ബൽഹാരയെ പുകഴ്ത്തി സംസാരിക്കുന്നതും കാണാം. അതുപോലെ ഇന്ത്യൻ മേഖലയിലെ ഭൂരിഭാഗം രാജാക്കന്മാരും അറബികളോട് മര്യാദയോടെയും സ്നേഹത്തോടെയും പ്രതികരിച്ചതിനെക്കുറിച്ചും രേഖപ്പെടുത്തലുകൾ കാണാം. AD 1000 കാലത്ത് ഭാസ്കര രവിവർമ്മൻ എന്ന രാജാവ് ജൂതവ്യാപാരിയായ ജോസഫ് റബ്ബാന് നൽകിയ അവകാശങ്ങളെക്കുറിച്ചുള്ള രേഖയിലും മുസ്ലിം സാന്നിധ്യത്തെക്കുറിച്ചുള്ള സൂചനകളുണ്ട്. മറ്റൊന്ന് അൽ ഇദ്രീസിയുടെ ഭൂപടവും വിവരണവുമാണ്.
AD 1154 കാലത്ത് പ്രശസ്ത അറബ് ഭൂമിശാസ്ത്രജ്ഞനായി കണക്കാക്കപ്പെടുന്ന ഇദ്ദേഹം കേരളത്തിലെ കുരുമുളക് കൃഷിയെക്കുറിച്ചും മുസ്ലിം വ്യാപാരികൾക്ക് കേരളത്തിലെ രാജാക്കന്മാർ നൽകിയിരുന്ന സംരക്ഷണത്തെക്കുറിച്ചുമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 12-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ബെഞ്ചമിൻ ഓഫ് ടുഡേലയുടെ യാത്രാക്കുറിപ്പുകളിലും മലബാർ തീരത്തെ മുസ്ലിങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഇവിടുത്തെ രാജാക്കന്മാർ എല്ലാ മതവിഭാഗങ്ങൾക്കും തുല്യ പരിഗണന നൽകിയിരുന്നതായും വിദേശികളായ മുസ്ലിങ്ങൾ പ്രാദേശികമായ ആചാരങ്ങളുമായി ഇണങ്ങി ജീവിച്ചിരുന്നതായും അദ്ദേഹം രേഖപ്പെടുത്തി. മറ്റൊന്ന്, 9-ാം നൂറ്റാണ്ടിൽ അറബ് രേഖകൾ പ്രകാരം മുസ്ലിം വ്യാപാരികൾ കേരളത്തിലെ പ്രധാന തുറമുഖങ്ങളിൽ സ്വന്തമായി കോളനികൾ സ്ഥാപിച്ചിരുന്നത്രേ. ഓരോ കോളനിയിലും മുസ്ലിങ്ങൾക്കായി പ്രത്യേക ഖാസിമാരെ നിയമിക്കാൻ പ്രാദേശിക രാജാക്കന്മാർ അനുവാദവും നൽകിയിരുന്നു. ഇതും തരിസാപ്പള്ളി ചെപ്പേടിലെ സാക്ഷിപ്പേരുമെല്ലാം ആ കാലത്ത് തന്നെ ഇവിടെ നല്ലൊരു മുസ്ലിം സമൂഹം ഉണ്ടായിരുന്നു എന്നതിനും അവർക്കിവിടെ സ്വാധീനമുണ്ടായിരുന്നു എന്നതിനും തെളിവാണ്. ചുരുക്കിയാൽ 7-ാം നൂറ്റാണ്ട് അവസാനിക്കുന്നതിന് മുന്നേ തന്നെ കേരളത്തിലെത്തിയ ഇസ്ലാം 9-ാം നൂറ്റാണ്ടിനിടയിലുള്ള കാലത്ത് തന്നെ കേരളത്തിലെ ഇസ്ലാമിക ചരിത്രത്തിന് അടിത്തറ പാകുകയും പിന്നീടുള്ള നൂറ്റാണ്ടുകളിൽ പ്രത്യേകിച്ച് യൂറോപ്യന്മാരുടെ നേരിട്ടുള്ള വരവ് വരെയും അവരുടെ വികാസം സംഭവിക്കുകയും ചെയ്തു. അറബ് വ്യാപാരികൾക്ക് കേരള തീരവുമായുണ്ടായിരുന്ന പുരാതനമായ കച്ചവട ബന്ധം ഇസ്ലാം മതത്തിൻ്റെ ആവിർഭാവത്തോടെ ഒരു പുതിയ വിശ്വാസധാരയുടെ കൈമാറ്റത്തിന് വഴിയൊരുക്കുകയും കേരളത്തിൽ ഇസ്ലാം മതത്തിൻ്റെ തുടക്കമുണ്ടാവുകയും ചെയ്തു എന്ന് പറയാം.